അമൃത്വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 9 തിങ്കളാഴ്ച. കണ്ണൂർ അഴീക്കൽ തീരത്ത് കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്ന സിംഗപ്പൂരിൽ രജിസ്റ്റർ ചെയ്ത വാൻഹായ് 503 കപ്പലിനെ തീപിടിച്ചു. 20 വർഷം പഴക്കമുള്ള കണ്ടെയ്നർ കപ്പലാണിത്. അപകട സമയത്ത് മണിക്കൂറിൽ 14 നോട്ടിക്കൽ മൈൽ വേഗതയിലാണ് കപ്പൽ സഞ്ചരിച്ചിരുന്നതെന്നും യാത്ര തുടങ്ങി 11 മണിക്കൂറിലാണ് അപകടമെന്നുമാണ് വിവരം. കൊളംബോയിൽ നിന്ന് മദർഷിപ്പിലേക്ക് മാറ്റേണ്ട ചരക്കുമായി മഹാരാഷ്ട്രയിലെ നവശേവ തുറമുഖത്തേക്ക് പോവുകയായിരുന്നു കപ്പൽ. തീപിടിച്ച സിംഗപ്പൂർ കപ്പലിൽ നിന്നും നിരവധി പൊട്ടിത്തെറികൾ ഉണ്ടായെന്നും റിപ്പോർട്ടുകളുണ്ട്. കപ്പലിൽ 40 പേരുള്ളതായാണ് ആദ്യ വിവരം. ഇവരിൽ 22 പേർ ജീവനക്കാരാണ്. 18 പേർ കടലിൽ ചാടി. ഇവർക്ക് ബേപ്പൂരിലും കൊച്ചിയിലും ചികിത്സാ സൌകര്യങ്ങൾ ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കപ്പലിൽ 650ഓളം കണ്ടെയ്നറുകളുണ്ടായിരുന്നു. ഇതിൽ 50ഓളം കണ്ടെയ്നറുകൾ കടലിൽ വീണെന്നാണ് പ്രാഥമിക നിഗമനം. സിംഗപ്പൂർ കപ്പലിലെ പലർക്കും പൊള്ളലേറ്റതായാണ് വിവരം. കപ്പലിലെ തൊഴിലാളികളെ കേരള തീരത്തെത്തിച്ചാൽ ചികിത്സ നൽകുവാൻ ആവശ്യമായ തയ്യാറെടുപ്പ് നടത്തുവാൻ എറണാകുളം, കോഴിക്കോട് ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകുവാൻ മുഖ്യമന്ത്രി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയോട് നിർദ്ദേശിച്ചു. കടലിൽ വീണ കണ്ടെയ്നറുകളിൽ എന്തൊക്കെയാണുള്ളത് എന്നതിലും വ്യക്തതയില്ല. മനുഷ്യജീവനെ അപകടകാരികളായ പന്നികളെ കൊല്ലാൻ പഞ്ചായത്തുകൾക്ക് അനുമതിയുണ്ടെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ്. കേരളം ഈ അവകാശം ഉപയോഗിച്ചിട്ടുണ്ടെന്നും അനന്തു മാത്രമല്ല, സംസ്ഥാനത്ത് 2025 മാത്രം സമാനമായ നിലയിൽ 3 പേർ മരിച്ചുവെന്നും കേരള സർക്കാരിന്റെ അനാസ്ഥയാണ് അപകടമരണത്തിന് കാരണമെന്നും അദ്ദേഹം വിമർശിച്ചു. നിലമ്പൂർ വഴിക്കടവിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് പറഞ്ഞിട്ടില്ലെന്നും പ്രതിഷേധത്തിൽ രാഷ്ട്രീയമുണ്ടെന്നാണ് പറഞ്ഞതെന്നും വനമന്ത്രി AK ശശീന്ദ്രൻ. തന്റെ പ്രസ്താവന മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഗൂഢാലോചനയുണ്ടെന്ന AK ശശീന്ദ്രന്റെ പ്രസ്താവന ഏറെ വിവാദമായ സാഹചര്യത്തിൽ തെളിവുണ്ടെങ്കിൽ പുറത്തുവിടാൻ UDF മന്ത്രിയെ വെല്ലുവിളിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് മന്ത്രി നിലപാട് മാറ്റിയത്. വഴിക്കടവ് പഞ്ചായത്തിലേക്ക് വന്യമൃഗശല്യം തടയുന്നതിൽ പരാജയപ്പെട്ടു എന്നാരോപിച്ച് LDF മാർച്ച് നടത്തി. CPM PB അംഗം A വിജയരാഘവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ കാട് കയറുന്നുവെന്നും കാട്ടാനയിറങ്ങിയാൽ രക്ഷപ്പെട്ടു എന്നാണ് സതീശന്റെ ആഗ്രഹമെന്നും അദ്ദേഹം പറഞ്ഞു. മരണത്തിൽ പോലും മായം കലർത്തുകയാണ് പ്രതിപക്ഷമെന്നും കൈപ്പത്തിയാണ് അടയാളമെന്നും പന്നിക്കണിയല്ലെന്ന് കോൺഗ്രസ് ഓർക്കണമെന്നും വിജയരാഘവൻ പറഞ്ഞു. മലപ്പുറം വഴിക്കടവിൽ അനന്തുവിന്റെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ KSEB ഓഫീസിന് മുന്നിൽ നടത്തിയ UDF പ്രതിഷേധം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. വനമന്ത്രി സംസ്ഥാനത്തിന് തന്നെ അപമാനമെന്നും KSEB ഒരു നടപടിയും എടുത്തിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പാലക്കാട് നീലപ്പെട്ടിയുമായി വന്ന പോലെ ഇവിടെ പന്നിക്കണിയുമായി വന്നിരിക്കുകയാണെന്നും ഉത്തരവാദികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അനന്തുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വഴിക്കടവിൽ അനന്തുവിന്റെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ വനം ഓഫീസിന് മുന്നിൽ BJPയുടെ പ്രതിഷേധം. പന്നിയെ വെടിവെച്ചു കൊല്ലാനുള്ള ഒരു ലൈസൻസും കേന്ദ്രം നൽകേണ്ട കാര്യമില്ലെന്ന് മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ വ്യക്തമാക്കി. UDF ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്താണെങ്കിൽ പന്നിയെ വെടിവെക്കുന്നവർക്ക് പണം നൽകുന്നില്ലെന്നും KSEBയുടെ വൈദ്യുതി അനധികൃതമായി എടുക്കുന്നത് പരിശോധിക്കാൻ സംവിധാനമില്ലെന്നും ആനയ്ക്ക് എത്ര കാലുണ്ട് എന്നുപോലും അറിയാത്ത ആളാണ് വനം മന്ത്രിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മയക്കുവെടിയേറ്റ പോലെയാണ് വനമന്ത്രിയുടെ ഇരിപ്പെന്നും ഒരു മന്ത്രിയും ഇങ്ങനെ തരം താഴരുതെന്നും കോൺഗ്രസ് നേതാവ് K മുരളീധരൻ പറഞ്ഞു. നിലമ്പൂരിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ഗൂഢാലോചന ആരോപിച്ചുള്ള മന്ത്രിയുടെ പ്രസ്താവനയിലാണ് മുരളീധരന്റെ വിമർശനം. വന്യജീവി ആക്രമണങ്ങളിലടക്കം
മന്ത്രി പ്രഖ്യാപിക്കുന്ന നഷ്ടപരിഹാരം പോലും പലർക്കും പൂർണ്ണമായി കിട്ടിയിട്ടില്ലെന്നും മനുഷ്യനെ കൊല്ലാൻ വേണ്ടി വന്യമൃഗങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണ് വനംവകുപ്പെന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു. വയനാട് ചൂരൽമലയോട് ചേർന്നുള്ള കരിമറ്റം വനത്തിനുള്ളിൽ മണ്ണിടിച്ചിൽ ഉണ്ടായി. കനത്ത മഴ പെയ്ത മെയ് 28-നാണ് മണ്ണിടിഞ്ഞത്. എന്നാൽ അധികൃതർ വിവരമറിഞ്ഞത് മെയ് 30-ന് മാത്രമായിരുന്നു. അപകടത്തെ തുടർന്ന് ജിയോളജിസ്റ്റ് വനംവകുപ്പ് സംഘങ്ങൾ മേഖലയിൽ പരിശോധന നടത്തി. മലപ്പുറം ഭാഗത്തെ മലയിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായതെന്ന് അധികൃതർ വ്യക്തമാക്കി. മലയോട് ചേർന്ന് ജനവാസമില്ലെന്നും ആളപായം ഉണ്ടായിട്ടില്ലെന്നുമാണ് റിപ്പോർട്ട്. ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ MSC എറീന രാവിലെ 9 മണിയോടെ വിഴിഞ്ഞം തുറമുഖത്ത് ബർത്ത് ചെയ്തു. തൃശൂർ സ്വദേശിയായ ക്യാപ്റ്റൻ വില്ലി ആന്റണിയാണ് MSC എറീന ചരക്ക് കപ്പലിലെ കപ്പിത്താൻ. സൌത്ത് ഏഷ്യൻ തുറമുഖങ്ങളിൽ ഇതാദ്യമായാണ് എറീന എത്തുന്നത്. 400 മീറ്റർ നീളവും 61 മീറ്റർ വീതിയുമുള്ളതാണ് MSC എറീന. ക്യാപ്റ്റനെ കൂടാതെ കപ്പലിലെ ക്രൂവിലും മലയാളിയുണ്ട്. വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്യുന്ന 347ാമത്തെ കപ്പലാണ് MSC എറീന. Let's make this unforgettable. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. കൊച്ചി പുറംകടലിലെ അപകടത്തിൽ കപ്പൽ കമ്പനിയായ MSCക്കെതിരെ ഇപ്പോൾ കേസെടുക്കേണ്ടെന്നും നഷ്ടപരിഹാരം മതിയെന്നും സർക്കാർ. മുഖ്യമന്ത്രി പിണറായി വിജയനും ഷിപ്പിംഗ് ഡയറക്ടർ ജനറലും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണ് ഇതു സംബന്ധിച്ച് തീരുമാനമുണ്ടായത്. MSC കമ്പനിക്ക് വിഴിഞ്ഞം തുറമുഖവുമായി നല്ല അടുപ്പമുണ്ടെന്നും കേരളത്തിലെ അവരുടെ പ്രവർത്തനത്തിന് MSCക്ക് സൽപ്പേര് ആവശ്യമാണെന്നുമാണ് ഇതു സംബന്ധിച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ കേസെടുക്കേണ്ടെന്ന കേരളത്തിന്റെ തീരുമാനത്തോട് കേന്ദ്രത്തിനും യോജിപ്പ്. നഷ്ടപരിഹാരം കിട്ടാനുള്ള നടപടികൾക്കാണ് ആദ്യ മുൻഗണനയെന്നാണ് കേന്ദ്ര സർക്കാരിന്റെയും നിലപാട്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരവും മലിനീകരണം തടയാനുള്ള ചിലവും ആദ്യം കമ്പനിയിൽ നിന്ന് വാങ്ങിയെടുക്കാനാണ് നീക്കം. കടലിൽ ഒഴുകിയ 61 കണ്ടെയ്നറുകളിൽ 51 എണ്ണം ഇതിനോടകം തീരത്ത് എത്തിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കാലവർഷം ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജൂൺ 10 മുതൽ 12 വരെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പാലക്കാട് അട്ടപ്പാടിയിലും പത്തനംതിട്ട കോന്നിയിലും മലപ്പുറം നാടുകാണി ചുരത്തിനും കാട്ടാന ആക്രമണം. അട്ടപ്പാടിയിലും കോന്നിയിലുമായി 2 പേർക്ക് ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. മലപ്പുറത്ത് യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടെങ്കിലും ഇദ്ദേഹത്തിന്റെ വാഹനം ആന തകർത്തു. വിവിപാറ്റിലടക്കമുള്ള പരാതികൾ നേരിട്ടറിയിക്കാൻ 2023 മെയ് മുതൽ ശ്രമിക്കുകയാണെന്നും കമ്മീഷൻ സഹായം തരുന്നില്ലെന്നും AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ്. പൂർണ്ണബോധത്തിലാണ് രാഹുൽ ഗാന്ധി ആക്ഷേപം ഉയർത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാഹുൽ ഗാന്ധി നേരിട്ട് പരാതി നൽകിയിട്ടില്ലെന്നും പോളിംഗ് ബൂത്തിലെ CCTV ദൃശ്യങ്ങൾ നൽകാനാവില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തിനായി ചെയ്യാവുന്നതെല്ലാം ചെയ്തുവെന്നും കൂടെ നിന്ന ഇന്ത്യക്കാർക്കും ഇന്ത്യയെ സ്നേഹിക്കുന്നവർക്കും നന്ദിയുണ്ടെന്നും ശശി തരൂർ. ഭീകരപ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ നയം തുറന്നു കാണിക്കുന്നതിനായും ഓപ്പറേഷൻ സിന്ദൂർ ദൌത്യമടക്കം വിശദീകരിക്കുന്നതിനുമായുള്ള വിദേശ ദൌത്യം പൂർത്തിയാക്കിയ ശേഷമാണ് ശശി തരൂരിന്റെ പ്രതികരണം. കൺഗ്രാചുലേഷൻസ് മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFE പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. മുംബൈ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനൽസിൽ ലോക്കൽ ട്രെയിനിൽ നിന്ന് ട്രാക്കിലേക്ക് വീണ് 5 യാത്രക്കാർ മരിച്ചു. 12ഓളം പേർ ട്രെയിനിൽ നിന്ന് വീണെന്നാണ് റിപ്പോർട്ടുകൾ. മുംബൈയിൽ നിന്ന് താനെയിലേക്ക് പോവുകയായിരുന്ന തിരക്കേറിയ ട്രെയിനിൽ നിന്നാണ് യാത്രക്കാർ വീണത്. ട്രെയിനിലെ നിയന്ത്രണാതീതമായ തിരക്കായിരിക്കാം അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് റെയിൽവേ ഉദ്യോഗസ്ഥരുടെ അനുമാനം. വ്യവസായിയിൽ നിന്ന് 10 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ യുവ IAS ഉദ്യോഗസ്ഥൻ വിജിലൻസിന്റെ പിടിയിലായി. ഒഡീഷ കേഡറിലെ ബാച്ച് ഉദ്യോഗസ്ഥനായ ദിമാൻ ചക്മയാണ് കൈയോടെ പിടിയിലായത്. തുടർന്ന് ഇയാളുടെ വീട്ടിൽ നടത്തിയ തെരച്ചിലിൽ കണക്കിൽപ്പെടാത്ത 47 ലക്ഷം രൂപ കൂടി വിജിലൻസ് ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു. ധാരാവി പുനർവികസന പദ്ധതിക്കായി അദാനി ഗ്രൂപ്പിന് കുർളയിലെ മദർ ഡയറി ഭൂമി അനുവദിക്കാനുള്ള മഹാരാഷ്ട്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ കോൺഗ്രസ് MP വർഷ ഗേക്വാദ് കുർളയിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു.
മാർച്ചിനെ മുംബൈ പോലീസ് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് മാർച്ച് പാതി വഴിയിൽ നിർത്തി. ധാരാവിയുടെ പുനരധിവാസത്തിന്റെ മറവിൽ മുംബൈയിലുടനീളമുള്ള ഭൂമി എന്തിനാണ് അദാനിക്ക് കൈമാറുന്നതെന്ന് ഇവർ ചോദിച്ചു. ഗാസയിലേക്ക് സഹായങ്ങളുമായി യാത്ര തിരിച്ച പരിസ്ഥിതി പ്രവർത്തകയായ ഗ്രേറ്റ തുംബർഗിനെയും സംഘത്തെയും ഇസ്രായേൽ കമാൻഡോസ് അറസ്റ്റ് ചെയ്തു. യൂറോപ്യൻ പാർലമെന്റ് അംഗമായ റിമ ഹസനും ബ്രിട്ടീഷ് പതാക പാറിയിരുന്ന യാച്ചിൽ ഗ്രേറ്റയോടൊപ്പം ഉണ്ടായിരുന്നതായാണ് റിപ്പോർട്ടുകൾ. ഗാസ ട്രിപ്പിന് സമീപത്ത് വെച്ചാണ് ഇവരുടെ യാച്ച് ഇസ്രായേലി കമാൻഡോസ് പിടിച്ചെടുത്തത്. റിമ ഹസൻ തന്റെ എക്സ് അക്കൌണ്ടിലൂടെയാണ് ചിത്രങ്ങൾ പുറത്തുവിട്ടത്. സർക്കാരിന്റെ കുടിയേറ്റ നയങ്ങൾക്കെതിരായ പ്രതിഷേധങ്ങൾ ശക്തമായ സാഹചര്യത്തിൽ അമേരിക്കൻ സൈന്യത്തിന്റെ ഭാഗമായ നാഷണൽ ഗാർഡിന്റെ 2000-ഓളം വരുന്ന സംഘത്തെ ലോസ് ആഞ്ചലീസ് നഗരത്തിലേക്ക് വിന്യസിച്ച് ട്രംപ് ഭരണകൂടം. വേണ്ടിവന്നാൽ സൈന്യത്തിലെ ഉന്നത വിഭാഗമായ മറീനുകളെ കൂടി വിന്യസിക്കുമെന്നും വാർത്തകൾ. ശനിയാഴ്ച ലോസ് ആഞ്ചലീസിലെ പാരാമൗണ്ടിൽ സംഘടിപ്പിച്ച കുടിയേറ്റക്കാരുടെ പ്രതിഷേധം സംഘർഷത്തിലേക്ക് വഴിമാറിയതിന് പിന്നാലെയാണ് ഈ നീക്കം. ലോസ് ഏഞ്ചൽസ് നഗരത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സൈനിക വിന്യാസത്തിനെതിരെ ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ തെരുവിലിറങ്ങിയതോടെ നഗരത്തിൽ സംഘർഷം. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസ് കണ്ണീർ വാതകം, റബ്ബർ ബുള്ളറ്റുകൾ, ഫ്ളാഷ് ബാങ്ങുകൾ എന്നിവ പ്രയോഗിച്ചു. പ്രതിഷേധക്കാർ ഹൈവേ തടസ്സപ്പെടുത്തുകയും വാഹനങ്ങൾക്ക് തീയിടുകയും ചെയ്തു. നഗരത്തിലേക്ക് ഫെഡറൽ സൈനികർ എത്തിയതിനെ തുടർന്നാണ് സംഘർഷം ഉടലെടുത്തത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.